Once again. One more. One more. Okay. Yes. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. പണം, മണി ഈസ് എൻ എനർജി. ഈ പണം നമ്മിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ചുറ്റിനും ഒരുപാട് പണമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കയ്യിലില്ല. ഇത് നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ, ആ പണത്തെ ആകർഷിക്കണമെങ്കിൽ, അല്ലെ, നമ്മൾ പവർ. മണി ലവ്സ് എനർജി. പണം എനർജിയെ ആകർഷിക്കുന്നു. എവിടെയാണോ എനർജി ഉള്ളത് അവിടേക്ക് പണം വന്നു ചേരും. ഇപ്പൊ ഇവിടെ ഇന്നലെ ലിറ്റു, ജയശ്രീ തീർക്കല്ലേ? എന്താ കാരണം? ആ എനർജിയാണ് അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇവരെ പോലെ നിങ്ങളും അഴിഞ്ഞാട്. അങ്ങനെ അഴിഞ്ഞാടുമ്പോ, ആ നാണം മാറുമ്പോ പണം ഇങ്ങനെ വരവുണ്ട്. നാണിച്ചിരുന്നോ? പണം വരില്ല. പേടിച്ചിരുന്നോ? പണം വരില്ല. പണം നമ്മുടെ കൂടെ വരണമെങ്കിൽ അഴിഞ്ഞാടണം. ആ പവർ നേടിയെടുക്കണം. കഷ്ടപ്പെട്ടത് കൊണ്ടോ അധ്വാനിച്ചത് കൊണ്ടോ ഒന്നും ധാരാളം പണം നമ്മിലേക്ക് വരില്ല. അതിന് വേണ്ടത് നമ്മൾ എന്ന വ്യക്തി മാറുക എന്നുള്ളതാണ്. ആ പവർ നേടിയെടുത്താൽ പിന്നെ ആ പണം വരുന്നതിന് ലിമിറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. 2 കോടി രൂപയിലേക്കുള്ള യാത്ര. റെഡി? ഇത് ഒരാൾക്ക് പോലും, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും സ്വന്തം പവർ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ദാറ്റ് മീൻസ് മാനുവലായിട്ട് ഇത് നേടാൻ പറ്റില്ല. റൈറ്റ്? ഇത് നമ്മൾക്കൊരു അമാനുഷിക ശക്തി ഉണ്ടാക്കി. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. പണ്ട് നമ്മുടെ ചുറ്റിനുമുള്ള കുളം, ഈ കുളം വൃത്തിയാക്കിയിരുന്നത് 2 ആൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. ഒരു കയറിന്റെ അപ്പുറം ഇപ്പുറത്തൊരു തൊട്ടി പോലത്തെ എന്തെങ്കിലും, പാള പോലത്തെ എന്തെങ്കിലും ഉണ്ടാവും. ഇതുകൊണ്ട് പണ്ട് ആളുകൾ വെള്ളം എടുത്ത്, അല്ലെ, പുറത്തേക്ക് കളഞ്ഞിട്ടാണ് വറ്റിച്ചിരുന്നത്, മീൻ പിടിച്ചിരുന്നത്, കുളം വൃത്തിയാക്കിയിരുന്നത്. അതിനുശേഷമാണ് മെഷീൻ വരുന്നു. ആ വലിയ മെഷീൻ വന്ന് ഒരു വലിയ വണ്ണമുള്ള ഒരു ഓസ് കുളത്തിലേക്ക് ഇടുന്നു. അതിൽ കുറച്ച് പെട്രോൾ ഒഴിക്കുന്നു, ഒരു കറക്കി ഒരു വലിയ, പിന്നെ ഈ മെഷീൻ അങ്ങോട്ട് പൊക്കോളൂ. പിന്നെ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മെഷീനിൽ പെട്രോൾ തീരുന്നുണ്ടോ? 2, ഈ ഫുട്ബോളില് ചളി കയറുന്നുണ്ടോ? ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ തന്നെയാണ് പണം ഉണ്ടാക്കുമ്പോ അതൊരു സിസ്റ്റം ആക്കിക്കൊണ്ട് മെഷീൻ പോലെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് 2 പണിയുള്ളൂ. ഈ ബിസിനസ് തകർക്കാൻ ആരെങ്കിലും വരുന്നുണ്ട്? ഇപ്പൊ എന്റെ ചെയർമാന് നോട്ടം എന്താണെന്നറിയാം? ഇതിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കണം. 2, ഈ ഓസിലേക്ക് ആരെങ്കിലും തടസ്സങ്ങളുമായിട്ട് വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞങ്ങൾ ഇത്രയും നാളും, ഈ 26 വർഷം കൊണ്ട് ഞങ്ങൾ ഒരു മെഷീൻ ഉണ്ടാക്കി. ആ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഒരു സ്ഥലത്ത് ഫുട്ബോളിൽ ചളി കയറുന്നുണ്ടോ? നമ്മുടെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ? മറുഭാഗത്ത് ഇതിലേക്ക് വേണ്ട ഇന്ധനം ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞങ്ങൾ എന്താണോ കഴിഞ്ഞ 26 കൊല്ലം ചെയ്തത്, അത് ഞങ്ങളെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇന്ന് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. കാരണം ഞങ്ങളെ പോലെ ആക്കാൻ. എനിക്കറിയില്ല ഇവിടെ വല്ല ഇതേപോലത്തെ ഒരു കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? അതായത് ഞങ്ങൾ ചെയ്ത് വിജയിച്ച എന്താണോ അത് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളൊരു തൊഴിലാളിയായിട്ടല്ല, നിങ്ങളൊരു മുതലാളിയാക്കാൻ, നിങ്ങളെ ഒരു ബിസിനസ് ഓണറാക്കിക്കൊണ്ട്, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത നിങ്ങളെ, പണമില്ലാത്ത നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഓണറാക്കിക്കൊണ്ട് നമ്മൾ ഇനിയുള്ള യാത്രയിലേക്ക് നമ്മൾ പോകണം. ഉണ്ടോ? നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും കമ്പനിയുടെ നിങ്ങൾ പറയാം, ഒരു കമ്പനി പേരുണ്ടെന്ന് പറയാം ഇല്ല. അപ്പൊ നിങ്ങൾ വന്ന നിസ്സാര സ്ഥലത്താണോ? ഇല്ല. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. എല്ലാവരും സ്വയം അവരുടെ നേട്ടങ്ങൾ മാത്രം നോക്കുമ്പോ ഞങ്ങൾക്ക് വല്ല വട്ടുണ്ട് ഈ നോമ്പും പിടിച്ചുകൊണ്ട് 2 ദിവസം കൊണ്ട് റമദാൻ മാസം സംസാരിക്കാനായിട്ട്?
പണത്തിന് മാസങ്ങളില്ല, പണത്തിന് ആചാരങ്ങളില്ല. കാരണം പണ്ട് വയലാറിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എന്തായിരുന്നു? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യനും മതവും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. അല്ലെ? ഇതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾക്ക് വേണ്ടത് പണമാണ്. ജാതിയോ മതമോ വർഗമോ ഒന്നുമല്ല. എന്റെ മുമ്പിൽ ഫസ്റ്റ് പ്രയോറിറ്റി പണത്തിനാണ്. എന്നിട്ടേ വേറെ എന്തുള്ളൂ. ഇന്ന് കുറെ പേര് വന്നിട്ടില്ല, റംസാനാ, നോമ്പ, ഇരിക്കട്ടെ. അവിടെ കുറെ പേര് വന്നിട്ടില്ല, ക്രിസ്ത്യാനികളുടെ നോമ്പ, ഇരിക്കട്ടെ. ആര് കൊടുക്കാനാ അവർക്ക്? അല്ലെ? ആര് കൊടുക്കാനാ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വ്രതം അനുഷ്ഠിച്ചുകൊണ്ടും അല്ലെങ്കിൽ പല പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് തന്നെ നല്ലത് തരും. അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ദ മെഷീൻ പ്രിൻസിപ്പിൾ. ഞങ്ങൾ വിജയിച്ചു വന്ന എന്താണ് ദ മെഷീൻ? ഈ മെഷീൻ എന്താണെന്ന് പഠിക്കാന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. രാത്രി 11 മണി വരെയാണ് സമയം. മുമ്പ് തീർന്നാൽ മുമ്പേ പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് പണത്തേക്കാളും വലുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, ഗോ. നിങ്ങൾക്ക് പണത്തേക്കാളും വലുത് എന്തുണ്ടോ പൊക്കോളൂ. എനിക്ക് 2 കോടിയേക്കാൾ വലുത് ഇന്ന സ്ഥലത്ത് പോണതോ, ഒരു കുഴപ്പമില്ല, നരകിച്ച് ജീവിച്ചു. ഇത്രയ്ക്കും വലിയ അവസരം കിട്ടിയിട്ടും നിങ്ങൾക്ക് വലുത് കുടുംബമാണോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്താണോ? വൈകിട്ടേ കുറച്ച് സമയം. അതായത് നിങ്ങളെ വേണ്ടാത്തവർ നിങ്ങൾക്കും വേണ്ട, അത്രയേ ഉള്ളൂ. അല്ലെ? ഇന്ന് ഇവിടെ എന്താ പറയാ, കുറെ പേര് വീട്ടിൽ നിന്ന് പല പ്രശ്നമായിട്ട് വന്നിട്ടില്ല. അല്ലെ? എനിക്കൊന്നേ പറയാനുള്ളൂ, വീട്ടിൽ നിന്ന് നിങ്ങളെ പല സ്ഥലത്തേക്കും വിടാത്തതിന്റെ കാരണം അവർക്ക് നിങ്ങൾ ഇഷ്ടമായത് കൊണ്ടല്ല. നിങ്ങൾ അവിടുന്ന് പോരുമ്പോ മേമുള്ള കെട്ടിയവന് ഫുഡ് ഉണ്ടാക്കാൻ ആരുമില്ല. യു ആർ സെർവൻ. ഇന്നലത്തെ രാത്രി കെട്ടിപ്പിടിച്ചെടുക്കാൻ ഭാര്യയില്ല. സീരിയസ്ലി, ഇതൊക്കെ കൊണ്ടാണ് അവര് നമ്മളെ എവിടേക്കും വിടാത്തത്. റൈറ്റ്? ശരിയാണോ? അവരെ കംഫർട്ട് പോകാതിരിക്കാൻ. അവിടെ ക്രൂശിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം, അവിടെ നഷ്ടപ്പെടുന്ന നിങ്ങളാ. നാളെ ഒരുത്തനെ കൊണ്ട് തരില്ല, ഒരു ഹസ്ബൻഡോ ഒരു ഭാര്യയും വരില്ലെന്നേ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുക. ഇനി മുതൽ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി പണം, സെക്കൻഡ് പ്രയോറിറ്റി സ്പൗസ്, നിങ്ങളെ ഭാര്യയോ ഭർത്താവോ. ഫസ്റ്റ് പ്രയോറിറ്റി പണം, സെക്കൻഡ് പ്രയോറിറ്റി സ്പൗസ്, ഭാര്യ ഒരു ഭർത്താവ്. ഇതേ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഓക്കെ? 2 പേരെ ഒപ്പത്തിന് കൊണ്ടുപോകാൻ പറ്റിയാൽ അതൊരു കഴിവാണ്. ഞാൻ അതാ ചെയ്യാം. കാരണം ഞാൻ ഇത് 2 പോലെ കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിലോ ഭാര്യയുടെ വീട്ടിലെത്തും, ഞാൻ ഇവിടെ നിൽക്കും. ഓക്കെ? അപ്പൊ എന്ത് ചെയ്യണം? ഇത് 2നെയും എങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം? കുറച്ച് ഇപ്പൊ ഭാര്യ വരാൻ ഇന്നലെ അവിടെ ഭാര്യ വീട്ടിൽ നോമ്പുറക്കല സന്തോഷത്തോടെ ഞാൻ പറഞ്ഞയച്ചു, നീ പോയിട്ട് വാ. അല്ലെ? എന്നിട്ട് പറഞ്ഞു, നീ നോമ്പുറക്കലിന് വരണം കേട്ടോ, നീ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. കുറച്ച് ഇത്ര. അപ്പൊ ഇത് കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചാലോ? അവിടെയാണ് നിങ്ങൾക്ക് ഇത് അറിയാത്ത. നിങ്ങൾക്ക് കെട്ടിയോളെ വെറുക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ഹസ്ബൻഡിനെ വെറുക്കാൻ അറിയില്ല. അല്ലേ? ഇത്ര വലിയ ആനയെ ഒരു പാപ്പാനൊരു തോട്ടി കൊണ്ടു നടക്കുമ്പോ നിങ്ങൾക്ക് പിന്നെ എന്നാത്തിനാ? ഇല്ലേ? ഇത്ര വലിയ ആനയെ ഒരു തോട്ടി കൊണ്ട് പാപ്പാൻ ഇങ്ങനെ നിർത്തുമ്പോ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെക്കൻ, ഒരു ഹസ്ബൻഡ് മെരുക്കാൻ അറിയാത്ത നിങ്ങൾ എന്നെ കഴിവുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയറായ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പഠിക്കണം ഏത് കൊമ്പനെയും മെരുക്കാൻ. ക്ലിയറായോ? കൊമ്പനെ മെരുക്കണം, അത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, കെട്ടിയാനെങ്ങനെ മെരുക്കണം എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോ നിങ്ങൾ രമ്പയാവേണ്ടി വരും, ചിലപ്പോ നിങ്ങൾ തിലോത്തമയെ പോലെ ഒന്ന് ആടി തിമർക്കേണ്ടി വരും, ചിലപ്പോ നിങ്ങൾ സിൽക്ക് സ്മിതയാവേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ അതൊക്കെ ചെയ്തു. പക്ഷെ എന്തേ ഉള്ളൂ? മെരുക്കുക. 8 ലക്ഷം ഉള്ളൂ,
മെരുക്കുക. ഇതേപോലെ തന്നെ ഭർത്താക്കന്മാരോടും പറയാനുള്ളത് അങ്ങനെ തന്നെയാണല്ലോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തു. കാരണം നിങ്ങൾക്ക് എമ്മയോ പറ്റില്ല ഭർത്താക്കന്മാരാണ് അല്ലെ, നിങ്ങൾക്ക് പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ തടസ്സം ഉന്നയിക്കുന്ന വ്യക്തികളാണ് ആര്? സ്പൗസ്. അപ്പൊ ആദ്യം 2 കോടി ഉണ്ടാക്കാൻ വേണ്ടി മെരുക്കേണ്ട ആദ്യത്തെ വ്യക്തി എഴുതി വെച്ചോ, നമ്മുടെ സ്പൗസ്. ഏറ്റവും കൂടുതൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് സ്പൗസ്. ഇത് മെരുക്കാതെ മുന്നോട്ട് പോക്ക് സാധ്യമല്ല. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട പഠിത്തം. മെഷീൻ പ്രിൻസിപ്പിളിൽ പഠിക്കേണ്ടത് ആദ്യം സ്പൗസിന് മെരുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദ മെഷീൻ പ്രിൻസിപ്പിൾ ലോ നമ്പർ 1 ലിസൺ. 1 പീപ്പിൾ, 2 പ്രോസസ്, 3 റൂൾസ്. ഈസിക്കൽ ടു 2C 2 കോടി അല്ലേ? ഇതേ പ്ലസ് ഇതാണ് 2 കോടി രൂപ. മറ്റൊരു കാര്യം കൂടെ, നമ്മൾ S2ലേക്ക് അധിക സമയം ഇരിക്കുമ്പോൾ S1 എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിൻ 2 ഭാഗങ്ങൾ പറഞ്ഞു, S2 S1. S2 അധികം കണ്ടിന്യൂ ചെയ്യപ്പെടാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് S1 S2 കൊണ്ടുവരും. അപ്പൊ ചിലപ്പോൾ അതില് മസാല ഒക്കെ ഉണ്ടാവും. ഒന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ആരെങ്കിലും എടുത്ത് മെഴുകും. ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചില പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്ന് കമ്മിറ്റിക്കാർ നേരത്തെ തന്നെ അറിയിക്കുകയാണ്. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് വിചാരിക്കേണ്ട ഈ എവിടെ നിന്ന് വൃത്തികെട്ടാണെന്ന് വിചാരിക്കേണ്ട. ഇത് ഈ കുൽസിത പ്രവർത്തനങ്ങൾ അഭിലാഷലിറ്റി റെഡി ആയിരുന്നു. ഓക്കെ, റെഡി ആണ്. ഓക്കെ യെസ്. അപ്പോ തുടങ്ങട്ടെ. അപ്പൊ ഇവിടെ